സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്ന സംഗീത് ശിവൻ അന്തരിച്ചു. മുംബൈയിലായിരുന്നു അന്ത്യം. യോധ, നിർണയം, ഗാന്ധർവം അടക്കമുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. വിവരങ്ങൾ നൽകാൻ ദിവിഷ് മണി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ദിവിഷ്, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? എങ്ങനെയായിരുന്നു? ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളിക്ക് എക്കാലവും ഓർത്ത് ഇരിക്കത്തക്ക രീതിയിലുള്ള യോധയടക്കമുള്ള സിനിമകൾ, ഹിന്ദി ചിത്രങ്ങളൊക്കെ ഒരുക്കിയ സംവിധാനമാണ് വിട പറയുന്നത്, ജീവിതരേഖ ഉൾപ്പെടെ. പ്രജീഷ് 65 വയസ്സായിരുന്നു സംഗീത് ശിവന്. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് അറിയുന്നു. പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങളാണ്. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വൈകാതെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതുന്നു. എന്തായാലും മലയാള സിനിമയിൽ നിന്ന് ഒരു കുടുംബം ഒന്നടങ്കം ബോളിവുഡിൻ്റെ ഒരു ഭാഗമായി മാറുക, നമുക്കൊരു അഭിമാനമുണ്ടാക്കുന്ന ബോളിവുഡ് സിനിമകളിൽ മലയാളിയുടെ ഒരു ശക്തമായ സാന്നിധ്യം അറിയിച്ചു എന്നത് തന്നെയാണ് ശിവൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ സംഗീത് ശിവനാകട്ടെ, സന്തോഷ് ശിവനാകട്ടെ, സഞ്ജീവ് ശിവനാകട്ടെ, ഇവരെല്ലാവരും നൽകിയത് മലയാളത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം ബോളിവുഡിലടക്കമുള്ള മറ്റ് ഭാഷാ സിനിമകളിലേക്ക്, അത് ക്യാമറയിലൂടെയാണെങ്കിൽ സംവിധാനത്തിലൂടെയാണെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് ശ്രീ സംഗീത് ശിവൻ. അദ്ദേഹം ഒരു എന്താ പറയുക, വളരെ ശക്തമായ ഫോളോയിങ് ഇപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ വന്നാൽ വളരെയേറെ പ്രേക്ഷകരെ ടെലിവിഷന് മുന്നിൽ പിടിച്ചിരുത്തുന്ന സിനിമകളായ യോധ, ഗാന്ധർവം എന്ന് പറഞ്ഞാൽ ഈ 3 സിനിമകളെയാണ് മോഹൻലാലുമായി, മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മോഹൻലാലുമായി ചേർത്ത് അദ്ദേഹം എടുത്ത ഈ 3 സിനിമകളും, അത് 3ഉം വ്യത്യസ്ത തലങ്ങളിൽ കഥ പറഞ്ഞ സിനിമകളായിരുന്നു. യോധയാണെങ്കിൽ ഹാസ്യത്തിൻ്റെ അങ്ങേയറ്റം, അല്ലേ, മലയാളികളെ ഇത്രയേറെ ചിരിപ്പിച്ച സിനിമകൾ വളരെ കുറച്ച് സിനിമകളിൽ ഒന്നാണ് യോധ. അത് ജഗതി ആകട്ടെ, മോഹൻലാലാകട്ടെ, ആ കഥാരീതിയാകട്ടെ, എല്ലാം മലയാളികൾക്ക് പുതിയൊരു കാഴ്ചാനുഭവം. അതാണ് നേപ്പാൾ പോലെ ഒരു സ്ഥലം, അവിടുത്തെ ചില പഴയ ഗോത്രാചാര രീതികൾ, ഇതൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയ, ഇങ്ങനെയുമുണ്ട് ലോകം എന്നൊക്കെ നമ്മളെ അത്രയും വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെടുത്തിയ സംവിധായകനായിരുന്നു അദ്ദേഹം. ആ സിനിമ നേടിയ വിജയം. ഇപ്പോൾ നിർണയത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ പുതിയ കാലത്തിൻ്റെ ത്രില്ലർ സിനിമകളോട് കിടപിടിക്കാവുന്ന നിലയിലുള്ള സിനിമയായിരുന്നു നിർണയം. അത് ആരോഗ്യരംഗത്തെ ചില മോശം പ്രവണതകളെക്കുറിച്ചുമൊക്കെ, ഒരു ഡോക്ടർ തെറ്റായ ഒരു കേസിൽ അകപ്പെടുന്നതിനെക്കുറിച്ച്, അത് പറഞ്ഞതുപോലെ ഒരുപാട് നല്ല സിനിമകൾ മലയാളിക്ക് എക്കാലവും ഓർപ്പിക്കുന്ന, മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ചിത്രങ്ങളാണ് ഒരുക്കിയത്. അതിലൊന്നാണ് ഗാന്ധർവം എന്ന സിനിമ. ചുരുക്കം ചില ചിത്രങ്ങൾ ഒരുക്കി അത് എക്കാലവും മലയാളികളുടെ, പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്ന, ഇടം പിടിക്കുന്ന, ഇന്നും യോധയായാലും ഗാന്ധർവമായാലും നിർണയമായാലും മോഹൻലാലിൻ്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, ഒപ്പം തന്നെ കാലിക പ്രസക്തിയുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെയും അദ്ദേഹം ഒരുക്കി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഒരു കലാസബരിയെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ പ്രജീഷ്, സംഗീത് ശിവൻ ആദ്യമായി സിനിമാ രംഗത്തേക്ക് വരുന്നത്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, ബോളിവുഡിന് മലയാള സിനിമ സമ്മാനിച്ച ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ രാഖ എന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് ആദ്യം സിനിമാ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്നത്. പിന്നീട് മലയാളത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ വ്യൂഹം എന്ന സിനിമ, രഘുവരനൊക്കെ അഭിനയിച്ച വ്യൂഹം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സംവിധാനം എന്ന, അല്ലെങ്കിൽ സംവിധായകൻ്റെ കുപ്പായം ആദ്യമായി അണിയുന്നത്. അത് അന്നത്തെ രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. കഥാരീതിയിൽ, അതിൻ്റെ ത്രില്ലർ സ്വഭാവത്തിലൊക്കെ ഒരു പുതുമ സമ്മാനിച്ച സിനിമയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം മാറി വരുമ്പോഴാണ് നമ്മൾ യോധ, ഈ വ്യൂഹം പോലെയുള്ള സിനിമ എടുത്ത സംവിധായകൻ്റെ തികച്ചും വ്യത്യസ്തമായൊരു മുഖമാണ് നമ്മൾ യോധയിൽ കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോൾ ഗാന്ധർവത്തിലാണെങ്കിൽ മോഹൻലാലിൻ്റെ ഇത്രയും ഹാസ്യരംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ വളരെ സൂപ്പർ ഹീറോ പരിവേഷമുള്ള, അല്ലെങ്കിൽ അത്ര വീരനായക പരിവേഷമുള്ള രംഗങ്ങളുണ്ട്. നിർണയമാണെങ്കിൽ മറ്റൊരു സസ്പെൻസ് ത്രില്ലർ മലയാളികൾക്ക് കാഴ്ചവെച്ച സിനിമ.